എനിക്ക് നമ്മുടെ ഈ സത്സംഗം തുടങ്ങുന്നതിന് മുമ്പ് ബാലിജിയെ കുറിച്ച് ഒരു വാക്ക് പറയാം. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, സർവചരാചരങ്ങളിലും ഗുരുദർശനം എന്ന് പറയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബാലിജി. ലിറ്റിനി മെഡിറ്റേഷൻ സെന്ററിന്റെ ഹൃദയത്തുപ്പാണ് ബാലിജി. നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന ഇതുപോലെ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതിലുപരി സാധനയും സാധകനും എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്ന ആളാണ് ബാലിജി. ബാലിജി സംസാരിച്ചു. ബാലുജിയെ കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കും ബാലുജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉദ്ദേശമല്ല പറഞ്ഞത്, എല്ലാ സാധകരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കാരണം സാധകൻ ശരിക്കും ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ആ ഗുരുവിന്റെ ഫോളോ ചെയ്ത് പോകുന്ന ആ ഗുരുവിന്റെ ഒരു അംശം തന്നെയാണ് സാധകൻ, എല്ലാ സാധകരും. ബാലുജി എന്ന് പറഞ്ഞത് എല്ലാ സാധകരെയും, നമ്മുടെ ഓരോ സാധകരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞപ്പോ ആ ഒരു ഹൃദയത്തിന്റെ ഭാഷയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധകന്റെ ഒരു ഹൃദയത്തിന്റെ ഭാഷ, അതിലേക്കാണ് ഓരോ സാധകരും എത്തിപ്പെടേണ്ടതെന്നാണ് അവധൂജി പഠിപ്പിച്ചത്. ഇത്രയും വർഷമായിട്ട് പലരും 15-20 വർഷത്തോളമായിട്ട് അവധൂജിയുടെ കീഴിൽ സാധന അഭ്യസിച്ചു വരുന്ന സാധകരാണ്. നമ്മൾ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയെ നിലനിന്നുകൊണ്ടാണ് ഗുരുദാസ് ഇത് പറഞ്ഞത്. നമ്മൾ എത്തിപ്പെടേണ്ടതും ഇതിലേക്കാണ്. ഈ ഒരു ഹൃദയത്തിന്റെ ഭാഷ നമുക്ക് കൈവശമാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്വായത്തമാകുമ്പോൾ മാത്രമേ ഗുരു ശിഷ്യനും രണ്ടല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ വരും. സാധകനല്ല പ്രവർത്തിക്കുന്നത്, സാധകന്റെ ജീവിതം മുഴുവനും സാധകനെ കൊണ്ട് ഓരോ അവസരങ്ങൾ നൽകുകയാണ് ഗുരു ചെയ്യുന്നത്. ആ ഒരു കാരുണ്യമാണ് ശരിക്കും ഗുരു ഒരു സാധകനിൽ ചൊരിയുന്നത്, ആ ഒരു പ്രേമമാണ് ശരിക്കും. അത് ഈ ഒരു ഹൃദയത്തിന്റെ ഭാഷ കൈവശമാകുമ്പോൾ, അല്ലെങ്കിൽ സ്വായത്തമാക്കുമ്പോൾ മാത്രമേ ഒരു സാധകന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഓരോ സാധകരുടെയും ലക്ഷ്യം ആ ഗുരു തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ഡ്യൂട്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ നമ്മളെ ഒതുച്ചി പഠിപ്പിക്കുന്നില്ല. കുടുംബസ്ഥനാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് കുടുംബത്തിലെ നാഥനായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മകനായിട്ട് നിന്നുകൊണ്ട് തൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് അതോടൊപ്പം സാധനയും പ്രാക്ടീസ് ചെയ്ത് ആ ഗുരു തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു സാധകന് നേടാനോ കളയാനോ ഒന്നുമില്ല. ആ ഒരു ബോധ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സാധന ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു നേടലല്ല, ബോധ്യപ്പെടലാണ്, തിരിച്ചറിയലാണ്. നമ്മളുടെ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ചെയ്യും. അവിടെ ഒന്നിനെ നേടുന്നില്ല, ഒന്നിനെ പിടിക്കാനും പോകുന്നില്ല, ഒന്നിനെ കളയാനും പോകുന്നില്ല. അവനവന്റെ സ്വാഭാവികതയിൽ നിലനിന്നുകൊണ്ട് നമ്മളുടെ ആ സ്വരൂപത്തെ നമ്മൾ തിരിച്ചറിയുക മാത്രമാണ്. ചിരിക്കാൻ പറ്റും. ഇപ്പൊ അവിടെ യാത്ര എന്ന് നമുക്ക് തോന്നാം, മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാം ഒരു യാത്രയുണ്ട് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു യാത്ര അവിടെ നടക്കുന്നില്ല എന്നുള്ളതും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ മെഡിറ്റേഷൻ സെന്ററിലെ ആ ഓരോ ധ്യാന വിധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ
സ്വന്തം ജീവിതത്തിൽ ഓരോ നിമിഷവും അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ഓരോ സാഹചര്യം. അപ്പൊ ഇതെല്ലാം ഒരു ഈസി ഫ്ലോയുടെ മട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ, എന്നാൽ അതിലെല്ലാത്തിനെയും നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഒരു ഒഴുക്കിലൂടെ പോകുന്നത്, അത് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് സാധകന്റെ ഒരു പുണ്യം, അല്ലെങ്കിൽ ആ ജന്മ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടത് നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ മനസ്സിന്റെ ചലനങ്ങളെ തിരിച്ചറിയുക, നിരീക്ഷണത്തിലൂടെ സ്വയം നിരീക്ഷകനെ ഉണർത്തി ആ നിരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയി ബോധ്യപ്പെടുക. എന്താണോ നമ്മുടെ സ്വരൂപം അതിനെ ബോധ്യപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ എല്ലാ സാധകർക്കും ഗുരുവിന്റെ കൃപയുണ്ടാവട്ടെ, കാരുണ്യം ഉണ്ടാവട്ടെ. ആ പ്രേമം ആവോളം നുകരാൻ ഓരോ സാധകരുടെയും ഹൃദയം തുറക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. 2 വർഷമായി വീട്ടിൽ വെക്കേഷനൊക്കെ വന്നു. ഇന്ന് അവിടുത്തെ ഹീലറാണ്. ഹീലർ എന്ന് പറയാൻ നമ്മളത് യൂണിവേഴ്സൽ എനർജിയെ ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാലകമായി നിൽക്കുന്ന ആൾ. 2 വർഷമായിട്ട് ഞാൻ 19 വർഷം കഴിഞ്ഞു. ഹീലറാണ്. എത്രമാത്രം നിഷ്കളങ്കത ഉള്ളിലുണ്ടോ അത്രമാത്രം ആ വൈബ്രേഷൻ നമുക്ക് സ്വീകരിക്കാൻ ഉള്ളത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളെല്ലാവരും പുറത്ത് ഉള്ള കാഴ്ചകൾ കണ്ടിട്ട് അത് വെച്ച് മാത്രമാണ് സ്പിരിച്വാലിറ്റിയെ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നിനും ഉറപ്പ് കാണില്ല, സംശയമായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും സയന്റിഫിക് ആയിട്ട് പറയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സംശയം വരും. ഒരു യഥാർത്ഥ മാസ്റ്റർ മറ്റൊന്നിനെയും തൊടാതെ ഒന്നിനെയും ബുദ്ധിമുട്ടിക്കാതെയാണ് അദ്ദേഹം സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്നത്. എല്ലാവരുടെയും വിശ്വാസത്തെ അദ്ദേഹം കാണിക്കില്ല. അവരിൽ ഒരാളായിട്ട് പതുക്കെ ഇറങ്ങി എല്ലാ വിശ്വാസങ്ങളുടെയും ഗുരുക്കന്മാരുടെ ഗുരുവാണ് അവധൂതന്മാരെന്ന് പറഞ്ഞാൽ. കാരണം ആ ഗുരുവിനറിയാൻ സൂക്ഷ്മമായിട്ട് സമൂഹത്തിൽ ഞാൻ ആഴ്ന്നിറങ്ങുമ്പോൾ ഒരു ഗുരുവിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരകളിലൂടെ പോലും ഈ ഒരു ജ്ഞാനം ഒഴുകുകയാണ്. അപ്പൊ എന്നിട്ട് അത് മാത്രമല്ല, കാരണം ഗുരുജിയെ യാത്ര സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന ഉയർന്ന തലത്തിൽ അവരുടെ മേഖലയിൽ സഞ്ചരിക്കുന്നവർ പോലും ഗുരുജിയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ്, കാരണം അവരുടെ അടുത്ത ഒരു തലത്തിലുള്ള വളർച്ച പോലും അദ്ദേഹം സാധ്യമാക്കുകയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആന്തരിക യാത്രയിൽ അത് സഞ്ചരിക്കാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവണം. കാരണം ലൈഫ് അങ്ങനെയാണ്, നമ്മൾ കാണുന്ന കാഴ്ചയിൽ എപ്പോഴും നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്. അതിനപ്പുറത്ത് ആന്തരികമായിട്ടൊരു ഭാഷ ഒരു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഷ നമ്മളിൽ എല്ലാവരിലും അറിഞ്ഞ് ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ, കാരണം ഒരു വ്യത്യസ്തനല്ല നമ്മളിൽ നിന്ന്. ഒന്നസാണ് പരമമായ ഒരു ഗുരു നമ്മളിൽ ഒഴുകുന്നത്. ഞാനും അന്യനല്ല, നിങ്ങളും വ്യത്യാസമുണ്ട്, എല്ലാം ഒന്നാണ്. ആ ഒരു ഹൃദയ താളം, ഗുരുവിന്റെ ആ ഒരു പ്രണയ താളത്തിലേക്ക് ഒഴുകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. 48 മണിക്കൂർ, അതായത് പറഞ്ഞു വന്നത് നമ്മൾ കാണാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ചെല്ലം കണ്ടോ ഈ കാണാനുള്ളൊരു കാര്യമാണ് സാധാരണ വിശ്വാസം. പക്ഷെ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നല്ല മറ്റൊന്നേവില്ല. ഗുജറാത്തില് അതിപ്പോ പത്രത്തിലൊക്കെ വന്നു, ഗുജറാത്തില് ഇവിടെ കപ്പൽ കലങ്ങുന്നു. ആഴക്കടലിൽ ഗുജറാത്തില് 48 മണിക്കൂർ ഒരു തടിക്കഷ്ണത്തിൽ മാത്രം അഭയം തേടി ആ ആഴക്കടലിൽ കിടന്നതാണ്. നമ്മുടെ അജ്ഞാനിക്കൊക്കെ കണ്ടം വിദ്യായ ഞാനിതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അതിലൂടെ വന്നപ്പോൾ എന്റെ അനിയന്റെ കാസ്റ്റിട്ടാണ്. ഞാനങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന പലരുടെ എന്തായിരുന്നു അല്ലെങ്കിൽ അന്നേരത്തെ ചിന്ത. കാരണം ഭാര്യയുള്ള ഒരു മകനാണ്. അപ്പൊ എന്താണ് ആ സമയത്ത് മരണത്തെ അഭിമുഖം കണ്ട ആ സമയത്ത് അനിലിന്റെ ചിന്ത എന്തായിരുന്നു ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മ. അപ്പൊ അനിൽ പറഞ്ഞ ഓരോ കാര്യം വ്യക്തിപരമാണ്.
പഞ്ചാക്ഷരി ആ പാളിൽ കടന്നു. അത്രമാത്രം ജീവിത പ്രായോഗികത, എന്താണ് ദൈവം എന്ന് നേരിട്ട് അറിയാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. ഇന്നും അനിൽ അലയാണ്. ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, ക്ഷേത്രങ്ങളോളം അനിൽ പോവാണ്. മനസ്സിലായി? അപ്പോ ശരിക്കും ആ ദിവ്യമായ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതിനെ ചികഞ്ഞെടുക്കണം. അതിനുള്ള മാർഗങ്ങളാണ് നമ്മളെല്ലാം. ആ മാർഗത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ദീപാലി. നമസ്തേ. ഹരി ഓം ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ആരാണ്? എന്തിന് നമ്മൾ ഗുരുവിനെ തേടി നടക്കുന്നു? എപ്പോഴാണ് നമുക്ക് ഗുരുദർശനം ലഭിക്കുന്നത്? ഇത് നമ്മൾ അറിയേണ്ടതാണ്. നമ്മുടെ നമ്മുടെ ആ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കുന്നത് ആരാണ്? അതാണ് ഗുരു. നമ്മളെല്ലാവരും മായയിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. ഈ മായയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഒരു ഗുരു കൃപയിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളായ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നു. കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് വിദ്യ പഠിക്കുന്നത്? പടം കണ്ട നമ്മൾ പടം കണ്ട് അതിനെ അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താണ് അവരത് പഠിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മൾ വരുന്നു, ഭഗവാൻ നമ്മൾ ആ പ്രതിഷ്ഠ കണ്ട് നമ്മൾ സായുജ്യം അണയാണ് ചെയ്യുന്നത്. അതല്ല, അതിലും അപ്പുറമാണ് നമ്മുടെ ഗുരു. അതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. ഞാൻ ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. നമ്മളിലുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് ആരെയാണ്? നമ്മുടെ ഉൾക്കാഴ്ച കൊണ്ട് നമ്മൾ വെളിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം അതല്ല സത്യമെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. ആ സത്യമെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. ആ ഒരു ഉൾക്കാഴ്ച നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഗുരുകൃപയിലൂടെ മാത്രമേ ഉണ്ടാവൂ. പറയത്തില്ലേ, നമ്മുടെ ഉൾക്കാഴ്ച നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഗുരുകൃപ നമുക്ക് അത്യാവശ്യമാണ്. അത് ഈ ഗുരുകൃപയിലൂടെ, ഗുരുവിനെ നമ്മൾ വണങ്ങുന്നതിലൂടെ നമ്മളിലുള്ള കാമക്രോധ ലോപമോഹ എല്ലാ ഈ ദുശക്തികളെയും നമ്മൾ അതോടുകൂടി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുവിനെ നമ്മൾ വണങ്ങുന്നത്. നമ്മൾ ശിരസ് കുനിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം ആണ് നമ്മൾ ശമിക്കുന്നത്. നമ്മുടെ അഹങ്കാരമാണ് നമ്മളിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പോകുന്നതോടെ നമ്മുടെ ജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മൾ ഉള്ളിൽ തെളിയുകയാണ്. നമ്മൾ സത്യത്തിലേക്ക് നയിക്കാനും നല്ലൊരു ബോധം നമ്മളെ നന്മയിലേക്ക് നയിക്കാനും ഗുരുകൃപ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതിനെല്ലാവരും ഗുരുവിൻ്റെ കൃപയ്ക്കായി നമുക്ക് എല്ലാവരും ഗുരുവിൻ്റെ കടാക്ഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവേ നമഃ, ഗുരുവേ നമഃ, ഗുരുവേ. 18 ജന്മങ്ങളുടെ പുണ്യമാണ് ഒരു മനുഷ്യ ജന്മം. പഠനം വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, കാരണം ജന്മങ്ങൾ വേണ്ടി അങ്ങനെ വരുന്ന മനുഷ്യജന്മങ്ങൾ 18 കൂടി അതിൽ പുണ്യം നിറഞ്ഞാൽ മാത്രമേ ഗുരുദർശനം ലഭിക്കൂ. ഗുരുദർശനം ലഭിച്ചാലും അത് ഗുരുവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ പിന്നെയും ഒരു അന്തർയാമി യാത്ര ആവശ്യമാണ്. എന്തിനാണ് ചെറുപ്പത്തിൽ നമുക്ക് അധ്യാപകര് നമ്മുടെ ഗുരുവാണ്. നമ്മുടെ നിലത്തെഴുത്ത് ആശാനം അത് നമ്മുടെ ഗുരുവാണ്. ക്ലാസ്സുകളിൽ വരുമ്പോൾ അധ്യാപകരാണ് നമ്മുടെ. കോളേജിൽ വരുമ്പോൾ ലെക്ചർമാരായി, ITI ഇൻസ്ട്രക്ടർമാരായി,
ജീവിതത്തിൽ ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതെല്ലാം പഠിപ്പിക്കാൻ ആളുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന കലിയുഗത്തിലെ ഈ പരമമായ ഭൗതിക ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കും? ഇല്ല, കേൾക്കില്ല. ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗുരുവിനെ കിട്ടണം. പറഞ്ഞില്ലേ, ഗുരു മുന്നിൽ വന്ന് നിന്നാൽ അത് ഗുരുവാണെന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ അനിൽ പറഞ്ഞതുപോലെ ശിരസ് കുനിച്ച് നടക്കാൻ പഠിക്കണം. മാർഗവും അതിനകത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് അടുത്ത ഒരു ചോദ്യം. എന്തുകൊണ്ട് ഞാൻ തല കുനിക്കണം? അല്ലേ? തല കുനിക്കാതെ എനിക്ക് പൊയ്ക്കൂടെ? ഞാൻ എന്ന വിചാരത്തോടു കൂടി നമുക്ക് പൊയ്ക്കൂടെ? ആരാണ് നമ്മളെ ഈ ജീവിതത്തിൽ തടയുന്നത്? ആരുമില്ല തടയാൻ. ഉണ്ടോ? നമ്മൾ കുറ്റം കാണിച്ചാൽ പോലീസുകാർ പിടിച്ച് അകത്താക്കുന്നത് അല്ലേ? പക്ഷേ ഉള്ളിൽ നമ്മൾ ആ കുറ്റം കാണിച്ചാലോ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുമോ? പീനൽ കോഡ് വെച്ച് നമ്മളെ പിടിക്കാൻ പറ്റുമോ? ഒരു നിർവാഹവും. അവിടെയാണ് ശരിക്കും ഗുരു ഉദയം ചെയ്യുന്നത്. അപ്പൊ ഗുരു ആരാണ്? ഗുരു ആരാണ്? പലരും പറയും ഉള്ളിലെ അന്ധകാരം അകറ്റുന്നവനാണ് ഗുരു. അല്ലേ? എവിടെയാണ് ഈ അന്ധകാരം ഇരിക്കുന്നത്? നമ്മൾ പറയും മനസ്സാണ് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. എവിടെയാണ് മനസ്സിരിക്കുന്നത്? ആർക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ലൈഫിലേക്ക്. നമ്മൾ 60 വയസ്സായി ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു. എന്താണ് നമുക്ക്? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് പറയുന്നത്? ഉദ്യോഗസ്ഥനായ ഒരു മകനെ കിട്ടി, പഠിക്കുന്ന ഒരു മകളെ കിട്ടി, ഒരു ഭർത്താവിനെ കിട്ടി, ഇല്ലേ? സുഖം കിട്ടിയിട്ട് സുഖം മതിയാക്കിയോ? മക്കൾ. ഇതെല്ലാം സുഖങ്ങളാണ് ജീവിതം. മക്കളായാലും ഭാര്യയായാലും അമ്മയായാലും സഹോദരിയായാലും എല്ലാം സുഖങ്ങളാണ്. പക്ഷേ ശാശ്വതമായ സുഖം കിട്ടാറില്ല, അല്ലെങ്കിൽ സന്തോഷം കിട്ടും. നമ്മളെല്ലാം സന്തോഷിക്കും, ഇല്ലേ? എൻ്റെ മകന് ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, അവൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. അങ്ങനെ ജീവിതത്തിൽ സന്തോഷങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ സന്തോഷിക്കും. കരയേണ്ട അവസരം വരുമ്പോൾ ഞാൻ കരയുന്നതിലുപരി എൻ്റെ ദൈവത്തെ ചീത്ത പറയാനായിരിക്കും ഞാൻ സമീപിക്കുന്നത്. ഞാൻ അങ്ങേക്ക് ഇതൊക്കെ തന്നില്ല, പിന്നെ എന്തിനാണ് ഇതിനെങ്കിലും വരുത്തിയത്? ഇവിടെയാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള നോട്ടത്തിന്റെ പ്രസക്തി. എൻ്റെ ജീവിതം വെച്ച് അനലൈസ് ചെയ്താൽ അത് കമ്മ്യൂണിസ്റ്റ് ബാബുനറിയാം. 3 ദിവസം സെക്രട്ടേറിയറ്റ് എന്താ പറയാ, ഒന്നും കഴിക്കാതെ കിടന്ന ഒരു യൂണിയൻ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്നു. ഇതൊന്നും ശരിക്കും എന്നെ തൃപ്തനാക്കാനുള്ള സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം, അതിന് സന്താപങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ തൃപ്തനാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ചെങ്ങന്നൂർ മണിക്കുട്ടൻ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥിരമായി മണിക്കുട്ടന്റെ അച്ഛന്റെ പരികർമ്മം ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ സ്ഥിരമായി നാമം ജപിച്ചില്ലെങ്കിൽ മണിക്കൂറിന് കുഴപ്പമില്ല, പക്ഷെ 3 മണിയാകുമ്പോൾ അടുത്ത കടയിൽ പോയി ചായ കടയിൽ. അപ്പൊ നമ്മളാണ് കൂട്ട്. അപ്പൊ ചായയും കടയും കഴിക്കാൻ പോകാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചെങ്ങന്നൂർ ഒരാളെ കാണണം, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഉദ്ദേശം എന്താണ്? ചായ കടയും കഴിക്കണ്ടേ? കഴിയണം. അങ്ങനെ നമ്മൾ ആലക്കാവിൽ നിന്ന് ചെങ്ങന്നൂർ പോവാണ്. ഇവൻ നേരെ കൊണ്ട് എന്നെ കയറ്റുന്നത് RSSന്റെ അവിടുത്തെ കാര്യാലയത്തിലേക്ക്. എനിക്കാണ് ജന്മമെടുത്താൽ RSS എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയെടുക്കും, അല്ലാതെ വേറെ യാതൊരു ഓപ്ഷനും എൻ്റെ മുമ്പിൽ ഇല്ല. അതാണ് നമ്മൾ നിർത്താൻ വേണ്ടി പണ്ട് നിർത്ത്. ഇനി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. നിർത്തു വേണ്ടി അല്ല അച്ഛനാ, അച്ഛനൊന്നും പറയണ്ട, എൻ്റെ ഒരു സുഹൃത്താണ്, ഞാനത് കണ്ടോട്ടെ, കണ്ടിട്ടങ്ങ് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കുറുകിയ മനുഷ്യൻ ഒരു കുട്ടിക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്താണ്. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റിട്ട് തന്നെ നമസ്കാരം. താഴ്ത്തരുത് എന്ന് വിചാരിച്ചാണ് നമ്മൾ നടക്കുന്ന തലപോക്ക്, ഇല്ലേ? അറിയാതെ
തല താഴ്ത്തി നമസ്തേ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ആ കുട്ടിയോട് അന്നത്തെ ക്ലാസ് നിർത്തിയിട്ട്, ഇന്ന് ഞാൻ പറയുന്ന ആ മഹാനുഭാവൻ ഇന്നാണ് പറയുന്നത്, അന്ന് പറഞ്ഞില്ല. കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. എൻ്റെ ഒരേ ഒരു ചോദ്യം, എപ്പോഴും എൻ്റെ മനസ്സിൽ അലട്ടിയിരുന്ന ഒരു ചോദ്യം അന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നത്? എനിക്ക് ആൾ ദൈവങ്ങളിൽ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമമാണെങ്കിൽ അങ്ങ് അത് ഉപേക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, നമുക്ക് ഒരു നദി കടക്കണം, നമ്മളൊരു പാലം ഉപയോഗിക്കും. പാലം ഉപയോഗിക്കാൻ നദി കടക്കാൻ മാർഗം ഇതവഞ്ച് ഉപയോഗിക്കും. ആരെങ്കിലും തിരിഞ്ഞു നിന്ന് പാലത്ത് തൊഴാറുണ്ടോ? എത്രയോ പാലം നമ്മൾ കടന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ആ പാലത്തെ തൊഴണ്ട, പക്ഷേ നീ നിന്റെ ജീവിതത്തിലൂടെ സത്യസന്ധമായി പോവുകയാണെങ്കിൽ അതുതന്നെയാണ് ആ പാലത്തിന്റെ ബാക്കി വരുന്ന പാവങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അന്ന് സമ്മതിച്ചു കൊടുത്തില്ല, പക്ഷെ പിന്നെ അതെനിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഒരു പാലത്തിന്റെ ധർമ്മമുണ്ട്. എത്രയോ പേരെ ഈ നദി ഒരു ദിവസം കടത്തിവിടും. ആരും ഈ പാലത്തെ ഓർക്കാൻ, ആരും ഓർക്കാൻ. ഇതേപോലെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മളറിയാതെ കടത്തിവിടുന്ന ആളാണ്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. ആ ചെറിയ മനുഷ്യനാണ് ഈ മഹാനുഭാവൻ. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു ചോദ്യം, പണമില്ല അല്ലെങ്കിൽ പണമുണ്ട്, മക്കളുണ്ട്, വൈകൊന്നും എന്നെ അലട്ടിയിരുന്ന ചോദ്യമല്ല. എനിക്കൊരു ഉത്തരം വേണമായിരുന്നു. ആരാണ് ഗുരു എന്ന് ഞാൻ ചോദിച്ചില്ല, പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, ഗുരു എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ നദി, ഭവ നദിയെ കൃത്യമായി അപ്പുറത്ത് കടത്താൻ സഹായിക്കുന്ന, നമ്മൾ അറിയാതെ എത്രയോ പ്രാവശ്യം നമുക്ക് കൈത്താങ്ങായി ആ പാലം മാറിയിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാവത്ത് പോലുമില്ല, ചിന്തിക്കത്ത് പോലുമില്ല അങ്ങനെയാണ് സംഭവിച്ചതോ. മറിച്ച് ഇത് ഞാൻ കെട്ടിയുണ്ടാക്കിയ പാലമാണ്, അല്ലെങ്കിൽ ഈ പാലം ഉണ്ടായത് കൊണ്ട് കടന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യാറുള്ളത്. ആ പാലത്തിന്റെ ധർമ്മമാണ് ഒരു ഗുരു ഈ ലോകത്തിൽ നിർവഹിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മൾ ഈ നദിയിൽ വീണ് വെള്ളം കുടിച്ച് മരിച്ച് മുഖത്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ആ നദി കടന്നു. ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മണിക്കൂട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, 2 ആഴ്ചക്കുള്ളിൽ ഹരിച്ചേൻ ഒരു വലിയ ദുരന്തം വരും. ഈ പറയാൻ അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അത് നമ്മൾ ആലോചിക്കണം. അത് കൃത്യമായി ഭൗതികമായി കാണുകയാണെങ്കിൽ ഹരിച്ചേട്ടൻ തകരും. ആത്മീയ വശത്തോടെ അത് കണ്ടാൽ ഹരിച്ചേട്ടൻ രക്ഷപ്പെടും. അതാണ് എൻ്റെ അമ്മയുടെ മരണം. എൻ്റെ അമ്മയുടെ മരണത്തിന്റെ സൂചന അന്ന് എനിക്ക് ഒരു മണിക്കൂറിൽ തന്ന. എന്തായാലും ഗുരു അനുഗ്രഹം കൊണ്ട് നമ്മളവിടെ പദവിയില്ല, നമ്മളിങ്ങനെ വന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായി. എൻ്റെ പൂർവ്വസൂരികൾ ആരും അവധൂതന്മാരല്ല. അവധൂതൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ഇതാണ് അവധൂതൻ എന്ന സങ്കല്പം. അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ പ്രധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആചാരങ്ങളിൽ ഒന്നും പെടാതെ എവിടെയാണോ നമ്മുടെ യാത്ര, ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രം കണ്ട് ആ ലക്ഷ്യപ്രയാണം നടത്തി ആ ലക്ഷ്യത്തെ അറിഞ്ഞ് തിരിച്ച് ലോകത്ത് വന്നു ലോകശിക്ഷണം നടത്തുന്ന ആളാണ് അവധൂതൻ. എളുപ്പം മനസ്സിലാകാൻ, നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന, നമ്മളൊക്കെ അങ്ങനെ വിളിക്കരുതെന്നാണ് ഗുരു നിർദ്ദേശം, നാരായണത്ത് ഭദ്രൻ എന്ന് നമ്മൾ വിളിക്കും.
ശിവലിംഗം ഉറപ്പിക്കാൻ സർവ്വതന്ത്രിമാരും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവര് എല്ലാ മന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും നടക്കാതെ വന്നു. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു വട്ടനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചാൽ മതി. പറയുന്നതിന് മുമ്പ് നാരായണത്വത്തിന് അവിടെ എത്തി. അപ്പൊ അവർ പറഞ്ഞു, ഇതാണ് സംഭവം. അതത്രയുള്ള പ്രയാസം. മുറുകിക്കൊണ്ടിരുന്ന മുറുക്കാൻ ആ ശിവലിംഗ പീഠത്തിലേക്ക് തുപ്പി, ശിവലിംഗം ഒരു കൈ കൊണ്ടെടുത്ത് ഇരിക്കടാ ശിവനെ എന്ന് പറയുമ്പോൾ ശിവലിംഗം വളരെ ഒച്ചാലിച്ച് അവിടെ ഉറച്ചു. രണ്ട് വീക്ഷണമാണ് ഇതിനകത്തിൽ പ്രധാനം. നോക്കി നിന്നവർക്ക് അത് നാരായണത്വത്തിന്റെ മുറുക്കാണ്, താമ്പൂല അല്ല. ഒന്നുകൂടെ നോക്കിയാലോ, പല ജന്മങ്ങളായി അദ്ദേഹം ആർജിച്ച തപശക്തിയാണ് അദ്ദേഹം തുപ്പുന്നത്. വില്ലുമംഗലം ഭഗവാനോട് വരാൻ പറഞ്ഞാൽ വരും, ഇല്ലേ? കുറൂരമ്മ വിളിച്ചാൽ വരും. അതേപോലെ തൻ്റെ തപശക്തിയെ ബഹിർഗമിപ്പിച്ചിട്ട് ഇരിക്കടാ എന്ന് പറഞ്ഞാൽ ഇരിക്കാമേ എന്ന് ഭഗവാൻ പറയും. ഇരിക്കും എന്ന് പറയുന്നത് പോലെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സംശയം, എന്തുകൊണ്ടാണ് ഞാനൊരു അവധൂത ശിഷ്യനാകുന്നത്, അംഗീകരിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് അന്നും ഇന്നും ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിൽ. നമ്മളിതനുസരിച്ച് പോകേണ്ടവരാണ്, പക്ഷേ എപ്പോഴും ചോദ്യങ്ങളാണ്, സംശയങ്ങൾ. ഗുരുവിനോട് പല പ്രാവശ്യം ഞാനത് ചോദിച്ചു. അപ്പോഴൊക്കെ ഗുരു ഓരോ ആൻസറുകൾ പറയും. അതറിഞ്ഞോളൂ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പം അന്നിവിടെ IT പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഞങ്ങളുടെ കുഞ്ഞമാനാണ് ഹെഡ് മാസ്റ്റർ, ഇവിടുത്തെ പ്രിൻസിപ്പൽ. താഴെ മഠത്തിലെ കുടുംബ എന്താ പറയുക പ്രശ്നം 3 ദിവസമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോകാൻ പറ്റുന്നില്ല. അവസാന ദിവസമായപ്പം സദ്യ. ഞാൻ കുഞ്ഞമാൻ എന്ന് പറഞ്ഞു, പ്രിൻസിപ്പലല്ലേ എന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാം, സദ്യയൊക്കെ ഇവിടെ സമയമായി, അമ്മാവ് സഭയായിട്ട് ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഹരിപ്പാട് കൈമൺ അറിയാമല്ലോ, അദ്ദേഹം പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഉപാസകനായ ഒരു പൂർവ്വസൂര്യൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് ചോദ്യം. അവരിങ്ങനെ ആലോചിച്ചു എല്ലാവരും. അന്ന് അമ്മൂമ്മ സഹിതമുണ്ട്. അവരാലോചിച്ചിട്ട് അവർ പറഞ്ഞു, കൊണ്ട് ഒരാളുണ്ട്. ചോദിച്ചു, ആരാണ്? പറഞ്ഞു, മുകളിലെ മഠത്തിലെ പപ്പൂപ്പനാണ്, അദ്ദേഹം ജ്യോത്സ്യനാണ്, അല്ല കുറേ തന്ത്രശാസ്ത്രങ്ങളിൽ പ്രമുഖനാണ്, ഉപാസകനാണ്, ദൈവ ഉപാസകൻ. അപ്പം പുള്ളി പറഞ്ഞു, അതല്ല ആള്. അപ്പം പിന്നെ അവരുടെ ആർക്കും അറിയില്ല, ബാക്കിയെല്ലാം കുട്ടികളുമാണ്. അമ്മൂമ്മയ്ക്ക് പോലും അറിയില്ല അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത്. അപ്പം എന്നാൽ നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ നിർത്താം. അടുത്ത ഇതിവിടെ കിടക്കട്ടെ, ഇതുണ്ട്, സംഭവമുണ്ട്, അതറിയാൻ ഒരു വക ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് കഴിയുന്നതിന് മുമ്പ് അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരാൾ ഉണ്ടോ? അപ്പൊ പറയുന്നൊരു ചോദ്യം, എങ്ങനെ ഒരാൾ? കുഞ്ഞുമാൻ കരുതാണ്, എങ്ങനെ ഒരാളാണ്? അപ്പം പറഞ്ഞ്, ഈ ജ്യോത്സ്യമൊന്നും അല്ലാത്ത ഉപാസനയിലൂടെ സാധനയിലൂടെ ജീവിച്ചിരുന്ന ഒരു പൂർവ്വസൂര്യൻ നിങ്ങൾക്കുണ്ടോ? അപ്പം പറഞ്ഞു, ഉണ്ട്. ആരാണ്? അപ്പോഴാണ് പുല്ലിക്കോട് നിന്ന് കുഞ്ഞുമാൻ താമസിക്കുന്ന കരിപ്പൂർ മഠം. ഈ അപ്പൂപ്പൻ്റെ ജ്യേഷ്ഠരാളുടെ വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഇതുപോലെ ഈ നാരായണത്ത് ഭദ്രൻ്റെ കൂട്ട് ഒരക്ഷരം കൊണ്ട് കൊടുത്ത് പുള്ളിക്ക് തോന്നുമ്പോൾ കുളിക്കും, പുള്ളിക്ക് തോന്നുമ്പോൾ പോയി അമ്പലം തുറക്കും, പൂജ പുള്ളിയെ ഇഷ്ടം പോലെ ചെയ്യും. ഇങ്ങനെ. പക്ഷേ ഇദ്ദേഹത്തെ എല്ലാവർക്കും ഭയഭക്തി ബഹുമാനങ്ങളാണ്. അപ്പോ ഒരു ദിവസം ദീപാരാധന സമയത്ത് ഇദ്ദേഹം വന്നപ്പോഴും എല്ലാവരും മാറി, കുളിക്കത്തൊന്നുമില്ല ഇദ്ദേഹം, ഒരു പാണ്ടക്കെട്ട് എപ്പോഴും കാണും. വന്ന് ഇപ്പൊ എല്ലാവരും മാറി നിന്നു അമ്പലത്തിൽ. അവിടെ നിന്ന് ദീപാരാധന സമയമാണ്. നന്ദികേശൻ അവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ചുമ്മാ ഒരു കൈയുടെ നന്ദികേശനെ അങ്ങ് പൊട്ടി ഇപ്പൊ തോള വെച്ച് നേരെ ചെറയിലോട്ട് അങ്ങ് പോയി. ഒരു 3 മുങ്ങ് മുങ്ങി നന്ദികേശനെ എടുത്ത് കരയെ വെച്ചു. പിന്നെ പുള്ളി ഒന്നുകൂടെ മുങ്ങി ഈ നന്ദികേശനെ എടുത്ത് തിരിച്ചു വന്ന് ഇതിനടുത്ത് വന്ന് നന്ദികേശനെ അങ്ങ് വെച്ചിട്ട് പുള്ളി നേരെ അമ്പലത്തിനകത്തോട്ട് കയറി കഥ അടച്ചു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, ഇദ്ദേഹം ഇറങ്ങി വരുന്നില്ല. തുറക്കാൻ എല്ലാവർക്കും പേടിയാണ്, കാരണം ഇദ്ദേഹമാണ് അകത്ത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഒരു ബന്ധു അവിടെ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെയാണ് കാര്യങ്ങൾ, തുറക്കണം. അദ്ദേഹം പറഞ്ഞു, തുറക്കാം. ഇദ്ദേഹം എന്താ പറയുന്ന അറിയില്ല, എന്നാലും തുറക്കാം. അങ്ങനെ ആ കഥക് തുറന്നു നോക്കുമ്പോൾ അവിടെ മഹാദേവനല്ലാതെ വേറൊരാളില്ല. ആ ശ്രീകോവിലിനകത്ത് മഹാദേവനായ അല്ലാതെ, മഹാദേവന്റെ ലിംഗപ്രതിഷ്ഠ അല്ലാതെ മറ്റൊരാളില്ല. ഇന്നും അദ്ദേഹം എവിടെയാണ് പോയെന്നാക്കുന്നത്. അങ്ങനെ അവധൂതമായ ഒരു ബന്ധം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഗുരുവിന്റെ കാൽപാദങ്ങളിൽ നമുക്ക്
എന്ന് പ്രണമിക്കാൻ കഴിയുന്നത്. അപ്പൊ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാം, ആരും ഒന്നും പറയില്ല. ഒരു ഗുരുവിന്റെ പാതയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവിനെ എടുത്തു പറയണം. അനുഭവിച്ചു പാടാ എന്ന് പറയുന്ന ഒരേ ഒരു ഗുരുവേ ഉള്ളൂ. കല്യാണം കഴിക്കണം, കഴിക്കേ. കല്യാണം കഴിക്കേ. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകണോ, ആയിക്കൂ. ആയിട്ട് വരാനാണ് ഗുരു പറയുന്നത്, ആഗ്രഹമെന്നല്ല. നീ ബ്രഹ്മചാരിയായി എൻ്റെ അടുത്ത് നിന്ന് നീ സായുജ്യം തേടി മോക്ഷം തേടണം എന്നല്ല ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. പോകണം, പോയി അനുഭവിച്ചറിഞ്ഞ് തിരിച്ചു വരണം. അനുഭവിച്ചറിഞ്ഞ് തിരിച്ചു വരുന്നവർക്ക് മാത്രമേ സ്ഥിരതയുള്ളൂ. അല്ലേ? വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശങ്കരാചാര്യർ വീണ്ടും പോയി മറ്റൊരു ശരീരത്തിൽ കയറേണ്ടി വന്നത്. ഇല്ലേ? കാമശാസ്ത്രത്തിൽ അദ്ദേഹത്തിനുള്ള അറിവ് കുറവുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വന്നത്. ഇതെല്ലാം അനുഭവിച്ച് വരാനാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ നമ്മുടേതായ ഒരു പങ്ക് വഹിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കും. നേരത്തെ ബാലജി പറഞ്ഞതുപോലെ ഒന്നും നമുക്ക് നേടാനില്ല. ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും കൈവിട്ട് കൊടുക്കാനുണ്ടോ? ഭഗവാൻ ചോദിച്ച പോലെ കൊണ്ടുവന്ന് വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ല. ഇനി ഇയാളായിട്ട് കൊണ്ടുപോയി ഇവിടെ ഉണ്ടാക്കിയെടുത്തോല്ലോ കൊണ്ടുപോകാനുണ്ടോ? അതുമില്ല. എന്തിനാണ് ഈ തത്രപ്പാട്? എന്തിനാണ് ജീവിതത്തിൽ ഇത്രയും തത്രപ്പാട്? നമ്മുടെ മകൻ, നമ്മുടെ മകൾ, ഇല്ലേ? പണ്ടുള്ളവരായൊരു തത്വശാസ്ത്രം പറഞ്ഞു വെച്ചിരുന്നു, ഭാര്യ മക്കളൊക്കെ മകനായി കഴിഞ്ഞാൽ പൊക്കോണം, വനവാസം സ്വീകരിച്ചോണം. സ്വീകരിക്കുമോ? 80 വയസ്സായാലും അടിയാണ് ഇവിടെ. 60 വയസ്സായ മകനെ നിയന്ത്രിക്കാനാണ് 80 വയസ്സായ അച്ഛൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ ശ്രമിക്കുന്നത്. അവനവന്റെ കർമ്മകാണ്ഡം പൂർത്തീകരിച്ച് അവനവന്റെ യാത്ര സുഗമമാക്കണം. അതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും അനുഭവിച്ചറിഞ്ഞു വരും. അനുഭവമാണ് ഗുരു. ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുരുത്വമാണ് ഈ ഗുരുവിലേക്കുള്ള നമ്മുടെ പ്രയാണം. അപ്പൊ ഇതിന് മറ്റൊന്നും എനിക്ക് പറയാനില്ല. 1.5 വർഷം ഇവിടെ വന്ന ഗുരു സത്സംഗം നടത്തി. ഇന്ന് സന്തോഷം ജീവിച്ചിരിക്കുമല്ല, BJP മെമ്പർ ഉണ്ടല്ലോ. അന്ന് സന്തോഷ് ഗുരുവിന് കൊടുത്തൊരു പേരുണ്ട്, നിരീശ്വരവാദിയായ സന്യാസി. ഈ ഹാളിൽ വെച്ച് സത്സംഗം നടന്നപ്പോൾ പറഞ്ഞാണ്, അങ്ങനെ സന്യാസിക്കാകാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. സന്യാസിക്കേ അങ്ങനെ ആകാൻ പറ്റൂ. എവിടെയാണ് നിരീശ്വരൻ? ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നിരീശ്വരനാണ്. ഈശ്വരനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിരീശ്വരനാണ്. കാരണം അവന് ഈശ്വരനാകും. പിന്നെ എവിടെയാണ് രണ്ട്? ഈശ്വരനും താനും തമ്മിലുള്ള ബന്ധം രണ്ടല്ല, അതൊന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ യാതൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മകാണ്ഡങ്ങളിൽ ഗുരു എത്തുന്നത്, എല്ലാവരുടെയും ഗുരു ഒരുപോലെയല്ല, പഠിപ്പിക്കുന്നത് ഒരുപോലെയല്ല, ശിക്ഷണം ഒരുപോലെയല്ല. ആലോചിച്ച് നോക്കി, എത്ര അമ്പലങ്ങളാണ് ഇവിടെ വരുന്നത്, എത്ര സപ്താഹങ്ങളാണ് നടക്കുന്നത്. എന്തിനെങ്കിലും കുറവുണ്ടോ? നവാസം, സപ്താഹം എന്ന് വേണ്ട, യാഗങ്ങൾ, യജ്ഞങ്ങൾ എല്ലാം ഈ ഭൂമി നടക്കുകയാണ്. മോക്ഷപദം പ്രാപിച്ച ആരെങ്കിലും നമുക്കറിയാമോ? അറിയില്ല. കാരണം ഇപ്പുറത്ത് ഭഗവാന്റെ സ്വർഗാരോഹണം, അപ്പുറത്ത് സാമ്പാറിന് ഉപ്പ് കുറഞ്ഞു പോയി. പിന്നെ എവിടെയാണ് മോക്ഷം? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു സപ്താഹത്തിൽ ഒരു ഗുരുവിന്റെ വാക്കുകൾ, നമ്മൾ നിശബ്ദനായിരിക്കുക എന്നുള്ളതാണ് ഗുരുവിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ, ഗുരുവിനോടല്ല നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ സത്യസന്ധത. ഗുരു സംസാരിച്ചു തുടങ്ങിയാൽ നമ്മൾ മിണ്ടാതെ കേട്ടിരിക്കുക, മനസ്സിലാകുന്നത് മാത്രം മനസ്സിലാക്കുക, അല്ലാത്തതെല്ലാം മനസ്സിലാക്കാനാണ് ഞാൻ വന്നതെന്ന ചിന്ത മാത്രം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ബാക്കി എല്ലാം ശരിയാകും. എത്ര ഈശ്വരന്മാരെ പോയി നമ്മൾ വിളിച്ചാലും, കരിമലക്കാട് ധർമ്മശാസ്താവിന് എത്ര കിലോ അരി കൊടുത്താലും നമ്മൾ സത്യസന്ധമായി ചിന്തിക്കുന്നില്ല എങ്കിൽ, നമ്മൾ കരിമലക്കാട് ശ്രീധർമ്മശാസ്താവിന്റെ പീഠപ്രതിഷ്ഠയ്ക്ക് അതീതമായ ഒരു ശക്തിയാണ് അതിനാധാരമെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ, ശബരിമലയിൽ 45 കിലോമീറ്റർ കറങ്ങി കഷ്ടപ്പെട്ട് ചെന്ന് 18ാം പടി കയറുമ്പോൾ തത്വമസി എന്ന ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ
നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വന്നില്ലെങ്കിൽ ഒരു ദൈവത്തിനും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തോട് രക്ഷിക്കാൻ പറയുന്നതിന് പകരം ദൈവമായി മാറാനുള്ള ഒരു ശ്രമം എല്ലാവരും നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ള മാർഗമാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. ശങ്കരാചാര്യൻ ഗുരുക്കന്മാരെ തേടി ലോകം മൊത്തവും അലഞ്ഞ ആളാണ്, സർവജ്ഞ പീഠം കയറിയ ആളാണ്. അദ്ദേഹത്തിന് പോലും സംശയമുണ്ടായിരുന്നെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും സംശയം എവിടെയാണ്? കാണുന്നവരിൽ മാത്രമാണ്. എവിടെ ഉറയ്ക്കണമോ അവിടെ ദേവി ഉറച്ചു എന്നുള്ളതല്ലാതെ ശങ്കരാചാര്യർ ചോദിച്ചതുകൊണ്ടാണ് ദേവി ഉറച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രം മാത്രമാണ്. ഉറയ്ക്കേണ്ട അടുത്ത് ഉറക്കുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള അച്ഛനെയും അമ്മയെയും നമ്മുടെ പ്രത്യക്ഷ ഗുരുവിനെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സതീർത്ഥ്യന്മാരെയും ഒക്കെ ആ ഗുരുവായി, ആ ഗുരുവിൻ്റെ അംശമായി കാണാൻ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ കുറേ നിശബ്ദരാകും. വഴിയെ പോകുന്ന ഒന്നും നമ്മൾ ഏറ്റെടുക്കില്ല. അങ്ങനെ ഏറ്റെടുക്കാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയല്ല, ഈശ്വര വിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ആ ഗുരുപദത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയും ചെയ്യണം. നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നഷ്ടങ്ങളെന്ന് നമ്മൾ കണക്കൂട്ടുന്നതാണ് നഷ്ടം, അല്ലാതെ ശരിക്കുള്ള നഷ്ടമല്ല. നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് തോന്നും. സാധകരൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? നമ്മൾ ഇതാർജിച്ചു ഒന്നുമില്ല. ഒരു നിമിഷം അഹന്ത പിടികൂടുന്ന ഒരു നിമിഷം കൊണ്ട് ഈ താഴെ അറ്റം വരും. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മുടെ കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധം കൂടെ പറഞ്ഞാൽ നിർത്താൻ ഗുരു പറയുന്നതാണ് എപ്പോഴും. നമ്മൾ മാരുതി 800 വേണം എന്ന് പോയി ഭഗവാനോട് ആവശ്യപ്പെടും. ഭഗവാൻ നമുക്ക് ഈ ജന്മം ബെൻസ് തരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അവിടെയാണ് നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, നമ്മുടെ സങ്കുചിതമായ ചിന്താഗതി കൊണ്ട് നമ്മൾ ഭഗവാനോട് ഇത് ഇരന്ന് മേടിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാതിരിക്കുക. ഗുരുവായൂർ പോയി പാൽപ്പായസം കിട്ടുന്നത് പുണ്യമാണ് എന്നത് സത്യമാണെങ്കിലും ഗുരുവായൂർ വരെ ചെല്ലാൻ, അവിടെ എത്തി ശ്വാസം കഴിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ശരിയായ ഗുരുവായൂരപ്പൻ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകാൻ ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധന്യമായ നിമിഷം നമുക്ക് പ്രദാനം ചെയ്ത ഗുരുവിനെയും ഈ ചുറ്റിനുമിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു.